Assalamualaikum friends, welcome back to my channel Sana's Beauty Tips. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക ഒരു ഫേഷ്യൽ സ്പ്രേ ആണ്. അതായത് നമ്മുടെ മുഖത്തെ കുരുക്കൾ മാറാനും പാടുകൾ മാറാനും മുഖം നിറം വെക്കാനായിട്ടൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പ്രേ ആണ്. ഒരു ട്യൂണർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ട്യൂണർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം ഞാൻ എടുക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. നമുക്കറിയാം ആര്യവേപ്പിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. മുഖത്തെ പാടുകൾ മാറാനും അതുപോലെ കുരുക്കൾ മാറാനും എന്തെങ്കിലും ഇറിറ്റേഷൻസ് ബ്ലെമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 തണ്ട് ആര്യവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉലുവയാണ്. ഒരു ടീസ്പൂണോളം ഉലുവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഉലുവയിൽ എന്താ പറയുക വൈറ്റമിൻ സി ഉണ്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തെ കോംപ്ലക്ഷനൊക്കെ കുറച്ചിട്ട് സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഉലുവ. ഇനി നമുക്ക് വേണ്ടത് ടർമറിക് ആണ്, കസ്തൂരി മഞ്ഞളാണ്. ഒരു നുള്ള്, അതായത് ഒരു 1/4 ടീസ്പൂണോളം മതി, ഒരുപാട് ചേർക്കേണ്ട. 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ അറിയാമല്ലോ, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും അതുപോലെ സ്കിന്നിന് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇനി ഞാൻ ചേർക്കുന്നത് വെള്ളമാണ് കേട്ടോ. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇതെല്ലാം തലേ ദിവസം രാത്രി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് രാവിലെ എടുക്കാം. ഇല്ലെന്നാണെങ്കിൽ ഇതേപോലെ പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഏത് രീതി വേണേലും ചെയ്യാം. ഇപ്പോൾ ഞാനൊരു എന്താ പറയുക 1/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ച് ആ ഉലുവയുടെയും അതുപോലെ ആര്യവേപ്പിലയുടെയൊക്കെ സത്ത് ആ വെള്ളത്തിൽ ഇറങ്ങണം, നന്നായിട്ട് ഇറങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചിട്ട് നമ്മളായിട്ട് ചൂടാറ്റി എടുക്കരുത്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിൽ തന്നെ ഇരുന്ന് ചൂടാറി വരണം. എന്നാൽ മാത്രമേ നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം മാത്രം മാറ്റിയെടുക്കാം. അരിച്ചെടുക്കുക കേട്ടോ, ഞാനിപ്പോൾ അരിക്കുന്നില്ല, അരിച്ചിട്ടെടുക്കുക. വെള്ളം മാത്രം എടുക്കുക, അതിൻ്റെ ഉലുവയും ഇലയൊന്നും വീഴാതെ. നമ്മുടെ ട്യൂണർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല എന്നാണെങ്കിൽ മാത്രം റോസ് വാട്ടർ ചേർക്കാം. 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കാം. ഇതിപ്പോൾ ഒരു 1/4 ലിറ്റർ വെള്ളം 1/4 ലിറ്റർ കണക്കിന് ഉണ്ടാവില്ല, കാരണം കുറച്ച് തിളച്ചപ്പോൾ വറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കണക്കിന് നിങ്ങൾ റോസ് വാട്ടർ ചേർക്കുക. പിന്നെ ജോജോബ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, കയ്യിലുണ്ടെങ്കിൽ മാത്രം. ഞാൻ ഒരു 7-8 ഡ്രോപ്സ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സ്കിൻ നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് പ്രൊട്ടക്റ്റീവ് ആവാനും ബ്രൈറ്റ് ആവാനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ തന്നെ മാക്സിമം ഉപയോഗിക്കാം. കാരണം നമ്മൾ കയ്യിലേക്കൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളമായതുകൊണ്ട് കയ്യിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ഒഴുകിപ്പോകും. അപ്പം അതുകൊണ്ട് മുഖത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയാവും. സ്പ്രേ ബോട്ടിൽ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഞാനിത് ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ആവശ്യത്തിന് മാറ്റുന്നുണ്ട്. മുമ്പ് ഞാനൊരു വീഡിയോയിൽ മുഖക്കുരു മാറാനായിട്ട് ആര്യവേപ്പിലയും അതുപോലെ മഞ്ഞളും അരച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആര്യവേപ്പിലൊക്കെ അരച്ച് മുഖത്തൊക്കെ തേക്കാനായിട്ട് സമയം കിട്ടാത്തവർക്കും മടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്യൂണർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ എഫക്റ്റീവുമാണ് ഈ ഒരു ട്യൂണർ. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്യൂണർ ചെയ്ത് നോക്കുക. നമ്മൾ രാവിലെ കുളി കഴിഞ്ഞിട്ട് രാവിലെയും രാത്രിയും 2 നേരമാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മുഖത്ത് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുഖത്തെ കുരുക്കളും പാടുകളും മാറി മുഖം നിറം വെക്കാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്പ്രേ ആണിത്. അപ്പോൾ ഈ ഒരു ട്യൂണർ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ലൊരു ട്യൂണറാണ് കേട്ടോ. പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കാരണം അത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് ആര്യവേപ്പിലയും അതുപോലെ കസ്തൂരി മഞ്ഞളും ഉലുവയൊക്കെ. അപ്പോൾ ഈ ഒരു വെള്ളത്തിന് എന്തോരം പവർ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്യൂണർ എല്ലാവരും ചെയ്തു നോക്കാം. മുഖത്ത് കുരുക്കളുള്ളവർ പ്രത്യേകം ചെയ്യുക, റിസൾട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.